4 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. ഇന്ത്യയിൽ 17 വയസ്സുള്ള 2 കുട്ടികളോട് അവരുടെ മാതാപിതാക്കൾ പറയുന്നത് കോളേജിൽ പോകാൻ. പക്ഷെ അവർ കോളേജിൽ പോകാൻ തയ്യാറാവുന്നില്ല. സ്വന്തമായി ബിസിനസ് തുടങ്ങാനായിരുന്നു അവർക്ക് താല്പര്യം. അവർ സ്വന്തം ബിസിനസ് തുടങ്ങുന്നു. ഇന്ന് 21ാം വയസ്സിൽ 4 വർഷങ്ങൾക്ക് ഇപ്പുറം അവർ ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കോടീശ്വരന്മാരായി മാറി. അവരെ കുറിച്ച് ഞാൻ പറയുന്നതിന് മുമ്പ് അവർ ചെയ്യുന്ന ബിസിനസിനെ കുറിച്ച് പറയാം. ക്വിക്ക് കൊമേഴ്സ് എന്നാണ് പറയുന്നത്, ചുരുക്കി ക്വിക്ക് കൊമേഴ്സ് എന്നും പറയും. നമുക്ക് എല്ലാവർക്കും അറിയാം ഇ കൊമേഴ്സ്. ആമസോണും ഫ്ലിപ്കാർട്ടും മിന്ത്രയും അവിടെ അതിൽ നിന്നെല്ലാം നമ്മൾ സാധനങ്ങൾ വാങ്ങാറുണ്ട്. ഇ കൊമേഴ്സ് കമ്പനികളാണ് ഇവ. അതിനുശേഷം വരുന്നത് സ്വിഗ്ഗിയും സൊമാറ്റോയും. നമ്മൾ ഫുഡ് അവരുടെ ഓർഡർ ചെയ്താൽ 1 അവറിനകത്ത് നമ്മളുടെ വീടുകളിൽ അവർ കൊണ്ടുതരും. അതാണ് ആക്ച്വലി ക്വിക്ക് കൊമേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ അത് പിന്നീട് അവര് മറ്റ് നമ്മളുടെ വീട്ട് സാധനങ്ങളിലേക്കും അപ്പാരൽസിലേക്കും മെഡിസിൻസിലേക്കും ഒക്കെ വ്യാപിപ്പിച്ചു. ഇന്ന് അതുകൊണ്ട് ക്വിക്ക് കൊമേഴ്സ് വളരെ വേഗത്തിൽ ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വമ്പന്മാർ സ്വിഗ്ഗിയുടെ ഇൻസ്റ്റാമാർട്ടും അതുപോലെ സൊമാറ്റോയുടെ ബ്ലിങ്കിറ്റും അതുപോലെ ടാറ്റയുടെ ബിഗ് ബാസ്ക്കറ്റുമാണ്. ഇവരോട് മത്സരിക്കാൻ വേണ്ടി ഒരു സെപ്റ്റോ എന്ന് പറയുന്ന സ്ഥാപനമാണ് 17ാം വയസ്സിൽ ഈ 2 പേർ ചേർത്ത് തുടങ്ങിയത്. ഇന്ന് 21 വയസ്സ് 4 വർഷം പിന്നിടുമ്പോൾ ഇവരോടൊപ്പം വളർന്നു കഴിഞ്ഞു ആ കമ്പനി. കമ്പനിയുടെ പേര് ഞാൻ വീണ്ടും പറഞ്ഞു, സെപ്റ്റോ. തുടങ്ങിയ ആൾക്കാരുടെ പേര്, ഒരാൾ കൈവല്യ അറോറ, രണ്ടാമത്തെ ആദിത് പലീച്ച. കൈവല്യ അറോറയ്ക്ക് 21 വയസ്സ് മാത്രം പ്രായം, 3600 കോടിയാണ് ഇപ്പോഴത്തെ ആസ്തി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആദിത് പലീച്ചയ്ക്ക് 22 വയസ്സ് പ്രായം, 4300 കോടിയാണ് ആസ്തി. അപ്പൊ ഏറ്റവും പ്രായം കുറഞ്ഞ 21 വയസ്സുള്ള കൈവല്യ അറോറാണ്. അയാളാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെൽഫ് മെയ്ഡ് കോടീശ്വരൻ.